അഹിംസയുടെയും സത്യസന്ധതയുടെയും ധാർമ്മികതയുടെയും ആൾരൂപമാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധി. വി ഹെൽപ്പ് ഇന്നിവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ അഹിംസാവാദിയെ. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലീഭായിയുടെയും 4ാമത്തെ മകനായി മോഹൻദാസ് ജനിച്ചു. ലക്ഷ്മിദാസ്, റാലിയത് ബഹൻ, കർസൻദാസ് എന്നിവരായിരുന്നു സഹോദരങ്ങൾ. തൻ്റെ ബാല്യകാലം മുതൽ തന്നെ മോഹൻദാസ് ഒരു രാമഭക്തനായിരുന്നു. ആ വിശ്വാസം അദ്ദേഹത്തിന് ജീവിതത്തിലുടനീളം ആത്മവിശ്വാസം നൽകിയിരുന്നു. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും മൂല്യം ബാല്യത്തിൽ തന്നെ മനസ്സിലാക്കിയിരുന്നു മോഹൻദാസ്. ആ കാലത്ത് ഇന്ത്യ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. തൻ്റെ 13ാമത്തെ വയസ്സിൽ മോഹൻദാസ് ഗോകുൽദാസ് മക്കാനിയുടെ മകളായ കസ്തൂർബിയെ വിവാഹം കഴിച്ചു. 1885 മോഹൻദാസിന്റെ പിതാവ് കരംചന്ദ് ഗാന്ധി അന്തരിച്ചു. 1887 ബിരുദം പാസ്സായതിനെ തുടർന്ന് നിയമപഠനത്തിനായി മോഹൻദാസിനെ തൻ്റെ മൂത്ത സഹോദരൻ ഇംഗ്ലണ്ടിലേക്ക് അയച്ചു. 1891 പഠനം പൂർത്തിയാക്കി തിരിച്ചെത്തിയ ശേഷമായിരുന്നു മോഹൻദാസിന്റെ അമ്മ പുത്ലീഭായിയുടെ മരണം. 1893 ഗാന്ധിജി ദാദാ അബ്ദുള്ളയുടെ കേസ് വാദിക്കുവാനായി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി. ആ സമയം ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനം കൊടുമ്പിരി കൊണ്ട സമയമായിരുന്നു. ഗാന്ധിജി വർണ്ണവിവേചനത്തിനെതിരെ സത്യാഗ്രഹം ആരംഭിച്ചു. തുടർന്ന് അവിടെ വെച്ച് അറസ്റ്റ് വരിച്ചു. 1915 ഗാന്ധി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഇവിടെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരം ശക്തമായി തുടങ്ങിയിരുന്നു. സംഘടിത സമരത്തിന്റെ ആവശ്യകത മനസ്സിലാക്കിയ ഗാന്ധി സഹന സമരങ്ങളിലൂടെ അഹിംസയിലൂടെ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു ദിശാബോധം നൽകി. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ. രവീന്ദ്രനാഥ ടാഗോറുമായുള്ള ഗാന്ധിജിയുടെ സൗഹൃദത്തിലാണ് ഗാന്ധിജിയുടെ ചിന്താശക്തി രവീന്ദ്രനാഥ ടാഗോർ തിരിച്ചറിഞ്ഞത്. അങ്ങനെയാണ് മഹാത്മാ എന്ന വിശേഷണം അദ്ദേഹത്തിന് നൽകിയത്. അതിനുശേഷമായിരുന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മഹാത്മാഗാന്ധിയായി ലോകമറിയുന്നത്. 1915 ഗാന്ധിജി അഹമ്മദാബാദിൽ സബർമതി ആശ്രമം സ്ഥാപിച്ചു. 1917 ചമ്പാരൻ സമരത്തെ തുടർന്ന് ഇന്ത്യയിൽ നിന്നും ഗാന്ധിജി ആദ്യം അറസ്റ്റ് വരിച്ചു. 1919 റൗലത്ത് ആക്ടിനെതിരെ നിസ്സഹകരണ സമരം ആരംഭിച്ചു. തുടർന്ന് നടന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്കെതിരെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സമരം ശക്തമായി. 1930 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദണ്ഡിയാത്ര നടന്നു. തുടർന്ന് ഉപ്പുകുറുക്കി സമരം ചെയ്തു. 1942 ക്വിറ്റ് ഇന്ത്യ സമരം ശക്തമായി. 1944 ഗാന്ധിജിയുടെ കൂടെ ജയിലിൽ നിരാഹാരമനുഷ്ഠിച്ചിരുന്ന അദ്ദേഹത്തിന്റെ പ്രിയ പത്നി കസ്തൂർബ ജയിലിൽ വെച്ച് അന്തരിച്ചു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായി. ഇന്ത്യ വിഭജനം മാനസികമായി മഹാത്മജിയെ വല്ലാതെ തളർത്തിയിരുന്നു. പിന്നീട് മഹാത്മാഗാന്ധി പ്രാർത്ഥനകളും വായനകളുമായി ഒതുങ്ങി. 1948 ജനുവരി 30 വൈകുന്നേരം 5:17 ബിർള മന്ദിരത്തിലെ പ്രാർത്ഥനായോഗത്തിൽ പങ്കെടുക്കവേ നാഥൂറാം ഗോഡ്സെയുടെ വെടിയുണ്ടകളേറ്റ് ആ മഹാത്മാവിന്റെ ജീവൻ എന്നേക്കുമായി നിലച്ചു. അഹിംസ, സത്യം, ആസ്തേയം, അപരിഗ്രഹം, ബ്രഹ്മചര്യം എന്നിവ നിഷ്ഠയോടെ ആചരിക്കുന്നവരെ ജനസേവനത്തിന് മുതിരാവൂ എന്ന് മഹാത്മജിക്ക് നിർബന്ധമുണ്ടായിരുന്നു. വിദ്വേഷമരുത്, സ്നേഹമാകട്ടെ നമ്മുടെ മാർഗം. ചിന്തയിലും പ്രവൃത്തിയിലും ഹിംസയരുത്, വർഗീയത, ജാതീയത തുടങ്ങിയ ചിന്തകളരുത്. എല്ലാം ഈശ്വരന്റെ സന്താനങ്ങളാണ്. നിസ്വാർത്ഥമായി കർമ്മം ചെയ്യുക. സത്യമാകുന്നു ഈശ്വരൻ. ശുചിത്വമാണ് കുട്ടികളെ ആദ്യം പഠിപ്പിക്കേണ്ടതെന്നുമുള്ളതാണ് ചില ഗാന്ധിയൻ ചിന്തകൾ. വി ഹെൽപ്പിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രതികരണം സബ്സ്ക്രിപ്ഷനിലൂടെയും ലൈക്കിലൂടെയും ഷെയറിലൂടെയും കമന്റിലൂടെയും അറിയിക്കുക.